ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ അമേരിക്കൻ കോളനികൾ പോരാട്ടം നടത്തിവന്ന കാലം. ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു കോളനികളുടെ പടത്തലവൻ. ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ തന്ത്രപൂർവമായ കരുക്കൾ നീക്കുന്നതിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു. രണാങ്കണത്തിലെ അദ്ദേഹത്തിന്റെ പോരാട്ടം നേരിട്ട് കാണാനെത്തിയ ഒരു ഉയർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മികവുറ്റ പ്രവർത്തനത്തെ പുകഴ്ത്തി ഇപ്രകാരം പറഞ്ഞു: ജനറൽ വാഷിംഗ്ടൺ അങ്ങ് മഹാനായ ഒരു നേതാവാണ്, ധന്യനായ ഒരു മനുഷ്യനാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ആവേശം പകരുന്ന വ്യക്തിയാണ് താങ്കൾ. ഇത് കേട്ട മാത്രയിൽ വാഷിംഗ്ടൺ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞങ്ങളുടെ ഈ പോരാട്ടത്തിൽ തങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്കറിയേണ്ടത്. വാചക കസരത്തിന് നമ്മൾ ആരും പിന്നിലല്ല. ഏതു നല്ല കാര്യത്തെക്കുറിച്ചും എത്രമാത്രം വേണമെങ്കിലും സ്തുതിച്ചു പറയുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ അർപ്പണ മനോഭാവത്തോടെ കർമ്മരംഗത്തേക്ക് ഇറങ്ങുവാൻ നമ്മളിൽ എത്ര പേർ തയ്യാറാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാം മനസ്സ് വച്ചാൽ പലരുടെയും ജീവിതത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാനാകും. മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുവാൻ നമുക്ക് സാധിക്കും. അനേകരെ ആശ്വസിപ്പിക്കുവാനും മറ്റുള്ളവരുടെ മുറിവുകളിൽ തൈലം പുരട്ടി അവർക്ക് നവജീവനേകുവാനും അവർക്ക് സന്തോഷവും സമാധാനവും നൽകുവാൻ നമുക്ക് സാധിക്കും. അതിനായി നാം കൂടുതലൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമ്മുടെ അനുദിന ജീവിതത്തിലെ നമ്മുടെ കടപ്പാടുകൾ മാത്രം ഭംഗിയായി ചെയ്താൽ മതി. അതുവഴിയായി എത്രയോ പേരുടെ ജീവിതത്തെയാണ് നാം സ്പർശിക്കുവാൻ പോകുന്നത്. അർപ്പണ മനോഭാവത്തോടെ സ്വന്തം ചുമതലകളിൽ നാം കൃത്യമായി ഇടപെടുമ്പോൾ അനേകർക്ക് അത് സന്തോഷം നൽകുന്നു എന്നുള്ളത് മാത്രമല്ല, ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്തു എന്ന ഒരു മാനസിക സന്തോഷവും നമ്മിലുണ്ടാകുന്നു. നാം എന്തു ചെയ്താലും അതുവഴി എനിക്കെന്തു കിട്ടും എന്നതല്ലേ പലപ്പോഴും അനേകം ആളുകളുടെയും ചിന്ത. ഒരുപക്ഷെ നമ്മിൽ പലരുടെയും ജീവിത പരാജയത്തിൻ്റെ കാരണവും ഈ ചിന്താഗതി തന്നെയാകും. നമ്മുടെ ജീവിത വീക്ഷണം സ്വാർത്ഥപൂരിതമായതുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാൻ വേണ്ടി നമ്മളിലുള്ള നന്മകൾ വിതരണം ചെയ്യുവാൻ നമുക്കാകുന്നില്ല. ആ നന്മകൾ നാം ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തോടൊപ്പം നമ്മുടെ ജീവിതവും സന്തോഷപൂർണമായി മാറുമായിരുന്നു. നമ്മുടെ ജീവിതത്തെ എന്ന പോലെ മറ്റുള്ളവരുടെ ജീവിതത്തെയും ഏറെ മെച്ചപ്പെടുത്തുവാൻ ഉതകുന്ന ധാരാളം കഴിവുകൾ ദൈവം നമ്മിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ അവ ഉപയോഗിക്കുവാൻ നാം സന്നദ്ധരാണോ? ആ കഴിവുകൾ നാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സന്തോഷത്തിന് ഏറെ കാരണങ്ങൾ ഉണ്ടാകുന്നു. ഈ ലോകത്തിലേക്ക് ദൈവം നമ്മെ അയച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നാം സംതൃപ്തിയുള്ളവരായി ജീവിക്കുന്നതോടൊപ്പം ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ മറ്റുള്ളവർക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെ ആണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളും നാം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ നമ്മളിലൂടെ മറ്റുള്ളവരും ജീവന്റെ മാർഗത്തിൽ എത്തിച്ചേരേണ്ടതിന് സമർപ്പണമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.